അത് ഒന്നാം ഘട്ടമേ ഉള്ളൂ. നിലവിൽ കിട്ടിയ സൂചനാ തെളിവുകൾ മുഴുവനായിട്ടും ബഹുമാനപ്പെട്ട DIGക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അദ്ദേഹം മുഴുവൻ അത് എഴുതി വളരെ സമാധാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻക്വയറി. അതാണ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തൃപ്തനായാലും സുജിത് ദാസിനെ 3-ാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തില്ലേ. ഇപ്പോൾ അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ കാര്യം ബാക്കി ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യം നിങ്ങളൊന്ന് പറയും. അല്ല, ഒറ്റ മിനിറ്റ്. അതായത് ഞാൻ രാവിലെ തിരക്ക് കൂടിയാണ് ഓടിപ്പോയത്. ഇപ്പോൾ നിങ്ങളിതൊന്ന് സ്കാൻ ചെയ്യണം. അതായത് ഈ BJP RSS നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണിത്. 9:53 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നിർത്തി, അല്ല എടുക്ക്, നിങ്ങളതൊന്നും ഇത് എവിടെ കാണിക്കണ്ടേ? അതൊന്ന് കഴിയട്ടെ, നമുക്ക് കാര്യത്തേക്ക് പോവാം. ആ ടൈം നോക്കൂ നിങ്ങൾ. വെനസ്ഡേ എത്ര വേണമെങ്കിലും കാണിച്ചു തരാം. അങ്ങോട്ട് വരണമെങ്കിൽ വരാം, ഒരു പ്രശ്നമില്ല. ഈ സാധനം നിങ്ങളൊന്ന് പുറത്തു വിടണം. നിങ്ങൾ കുറച്ച് സത്യസന്ധത ആത്മാർത്ഥമായിട്ട് സത്യസന്ധത കാണിക്കുന്നില്ല അല്ല, ഈ വിഷയത്തിൽ സത്യസന്ധത കാണിക്കണം. 9:53 ഈ വെനസ്ഡേ. എത്ര ബുധനാഴ്ച ഡേറ്റ്? ഇന്നിപ്പോ ദിവസം ശനിയാഴ്ച അല്ലേ? ഇന്ന് ശനിയല്ലേ? അപ്പോൾ ബാക്കിലേക്ക് പോയാൽ വെള്ളി, വ്യാഴം, ബുധൻ. അതായത് ഇത് 9:53 എനിക്ക് കിട്ടുന്നു. അന്ന് 11 മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിന് വിളിക്കുന്നത്. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടിയോ? ഓ അപ്പോൾ ഇത് അയച്ചു തരാം, ഇത് ഗ്രൂപ്പിലിട്ട് തരാം. അപ്പോൾ 9:53 ഇത് കിട്ടുന്ന എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഈ വിവരം വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പണീൻ്റെ ബാക്യത്തിലാണ്. അപ്പോൾ 1-2 ഇൻഫർമേഷൻ എനിക്ക് തരാൻ വന്ന 1-2 ആളുകൾ സ്വകാര്യ സ്ഥലത്ത് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്നാണ് ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിൻ്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ്. അൻവർ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല BJP നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. പിന്നെന്താ വേണ്ടത്? പൊതുസമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെ എതിരാക്കണം. അതിന് പൂരം കലക്കണം. ഈ പറയുന്ന ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. അതിന് BJPക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ്. അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ED അന്വേഷണം പാടില്ല. അതാണ് ഇതിലെ സെറ്റിൽമെൻറ്റ്. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ ദൈവം മുകളിലുണ്ടല്ലോ, ഞാനത് വിശ്വസിക്കുന്നതിനാ. ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും. ഞാനിന്ന് ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത്. അപ്പോഴാണ് ഞാനിതെടുത്ത് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ സമയം നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. മുഖ്യമന്ത്രിക്കോ ഈ പാർട്ടിക്കോ BJPയുടെ ഒരു വോട്ട് കിട്ടിയിട്ട് ഒരു സീറ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിയല്ല CPM. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വിശദീകരിച്ച എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ BJP 19,000 വോട്ടുണ്ട്. അതിന് BJP എനിക്ക് നേരിട്ട് അനുഭവമല്ലേ.